അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ കുറച്ച് പേര് ചേർന്ന് അങ്ങൊന്ന് ജയ്പൂർ പാട്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ കുട്ടി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ ഒരു മാരേജ് ഉണ്ട് കേട്ടോ. അപ്പം അത് ജയ്പൂർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു കേട്ടോ വരാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ലൈക്ക് അവർക്ക് കല്യാണം എന്ന് പറഞ്ഞൊരു വലിയ ലോങ് പ്രോസസ്സാണ് കേട്ടോ. അപ്പം എന്താണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ കല്യാണം നോർത്ത് ഇന്ത്യൻ കല്യാണം അല്ലെങ്കിൽ എന്താണ് ഒരു ദിവസം ഫുള്ളും ഉണ്ടാകും കേട്ടോ. പിന്നെ ലൈക്ക് മെയിനായിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ, സന്ധ്യ സമയത്ത് വൈകുന്നേര സമയത്ത് നമ്മുടെ അവിടെയൊക്കെ രാവിലെ അല്ലേ. അപ്പോൾ സമയം ഇപ്പം ഉച്ച കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കാൻ ഞാനൊരു കുർത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ജയ്പൂരാണ്. അപ്പം ജയ്പൂർ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല സ്ഥലം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോവാണല്ലോ. അപ്പോൾ ഞാൻ റെഡിയാണ്. ഇവിടെ ഒരാൾ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് രാജസ്ഥാനി കല്യാണം എങ്ങനെയെന്ന് കാണാം കേട്ടോ. നമ്മൾ എക്സൈറ്റഡ് ആണ്, കാരണം രാജസ്ഥാനി കല്യാണം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് കല്യാണങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കാണാം. No, I am singing a song. हेलो गाइस, हेलो। हम लोग हमारी मौसी की शादी में जा रहे हैं. मौसी की लड़की की शादी में जा रहे हैं. मेरी मौसी की लड़की की शादी है. And we will definitely rock that place. Yes. राजेश, हाय बोल. You want to say something, Rajesh? No. माराड़ी बोल दे कहीं यार. आपा चले ब्याह में. आपा चले ब्याह में. ദിസ് ഈസ് മോഹൻ കാണിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഗൈസ്. ഞാൻ കാണിക്കുന്നില്ല. നമ്മളിവിടെ നിന്ന് ഓട്ടോയൊക്കെ തിരിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ അപ്പം തന്നെ ബസ് കിട്ടി കേട്ടോ. ബസ് കയറി 2 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. 5 മിനിറ്റിനകം നമുക്ക് സീറ്റൊക്കെ കിട്ടി. സീറ്റിലൊക്കെ ഇരുന്നു പെട്ടെന്ന് അവിടെ എത്തി കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ സിന്ധി ക്യാമ്പിലെത്തി കേട്ടോ. ഇത് ജയ്പൂരിലൊരു മെയിൻ ബസ് സ്റ്റേഷനാണ് കേട്ടോ ഇത്. സോ വി റീച്ച് ഹിയർ. ഇവിടെ നമുക്കിനി മെട്രോ, അവിടെ കേട്ടോ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനുള്ളിലെത്തിയിട്ടോ. ഇനി നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. ട്രെയിൻ കയറി കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റിനകം നമ്മൾ അവിടെ എത്തും കേട്ടോ. ഇല്ല, ഇനി നമ്മൾ എത്താൻ പോകുന്നത് ബെഡി ചോപ്പഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലാണ്. എനിക്ക് തോന്നുന്നു 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ മാരേജ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോ ഒക്കെ കയറി. ഇനി നമ്മൾ നേരെ ഈ ഒരു ബെഡി ചോപ്പഡ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഹവാമകളില്ലേ, ഹവാമകൾ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി മുകളിലേക്ക് വരികയാണ്. മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹവാമകളാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹവാമകളും കൂടെ കാണാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇനി ഹവാമകളും കൂടെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹവാമഹലിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഈ ഹവാമഹലിൻ്റെ ഫ്രണ്ടിലും ആ സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. തുണികളുടെ, പിന്നെ എന്താണ് നമ്മുടെ അല്ലാത്ത കമ്മലുകൾ, വള, അങ്ങനെ മെൻസ് വെയർ ആയാലും ലേഡീസ് വെയർ ആയാലും ഫുള്ളും അങ്ങോട്ടാണ്. പിന്നെ ജൂത്തീസില്ലേ അതുണ്ട്, പിന്നെ ചായ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ചെന്നൊന്ന് കടയിലൊക്കെ നോക്കിയിട്ട്, പക്ഷെ നമുക്ക് വാങ്ങാനൊന്നും അധികം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും പെട്ടെന്ന് ഓട്ടോ കയറിയിട്ടു. ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ട്രാവലിങ് ഭയങ്കര ചീപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് 30 രൂപ എന്തെങ്കിലും ആയിട്ടുള്ളൂ. അരമണിക്കൂറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ ആ ഒരു സ്ഥലം. അപ്പം ഈ വൈറ്റ് ഷർട്ട് ഇട്ടത് നമ്മുടെ ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു 2 കല്യാണ ഓഡിറ്റോറിയംസ് ഉണ്ട് കേട്ടോ.
അങ്ങനെ അപ്പുറത്തും ഉണ്ട് ഒരു ഓഡിറ്റോറിയം, ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ അവിടെയും ഇങ്ങനെ മാരേജ് ഫങ്ഷൻസൊക്കെ ഞങ്ങൾ നടക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടും വന്ന്, ഇതാണ് നമ്മൾ കൂടാൻ വന്ന കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്തേക്ക് വരികയാണ്. ഞങ്ങൾ വന്ന സമയത്ത് പെണ്ണും ചെറുക്കനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പം ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു അവരെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വീണ്ടും ചടങ്ങുകളുണ്ട്. അപ്പോൾ അവരിഞ്ഞ് വീട്ടിൽ നിന്ന് പെണ്ണും ചെറുക്കനും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെക്കൻ വന്നതും പിന്നെ അതിനുശേഷം പെണ്ണ് വരുന്നതൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ വന്ന് അവിടെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു കേട്ടോ. ഈ സാരി ഉടുത്ത് നിൽക്കുന്നില്ല, ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പം നല്ല പക്ക രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുക കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് ആൻറ്റി. നല്ല ഫ്രണ്ട്ലി ആട്ടോ ആൻറ്റി. ഞങ്ങൾക്ക് ഒരുപാട് നേരം സംസാരിച്ചു. ഇവരെല്ലാവരെയും ഡ്രസ്സ് ഭയങ്കര കളർഫുള്ളാട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ സാരി അങ്ങനെ ഒന്നും ഇവർ ഉടുക്കില്ല. ഇതേപോലെ ലൈക്ക് ഇത് സ്കേർട്ടും പിന്നെ ബ്ലൗസ് പിന്നെ ഇങ്ങനെ ഉടുത്തിരിക്കുന്ന കേട്ടോ. അങ്ങനെ കേട്ടോ ഫുള്ളും. പിന്നെ ഇതേപോലെ പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട് അവിടെ തന്നെ. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ടോ. ഫുൾ വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ. രാജസ്ഥാനികൾ പൊതുവേ വെജിറ്റേറിയൻസാണ്. നോൺ വെജ് കഴിക്കുന്നവർ വളരെ കുറവാട്ടോ ഇവിടെ. അപ്പോൾ കല്യാണത്തിനും എന്തായാലും വെജ് ഫുഡാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ രാജസ്ഥാനിലെ വെജ് ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് വെജിറ്റേറിയൻസിന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇത് ഒരു പൂരിയാട്ടോ. 2 ടൈപ്പ് പൂരി ഉണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളർ പൂരിയും നമ്മുടെ സാദാ പൂരിയും. പിന്നെ ഒരുപാട് കറികളുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. മിക്സ് വെജ് കറി, പിന്നെ എന്താ പനീറിൻ്റെ കറി, പിന്നെ എന്തൊക്കെയോ ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ്, ഒത്തിരി സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ തറയിലിരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിളിച്ചു. തറയിലൊക്കെ ഇരുന്നിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേറെ അതിൻ്റെ അപ്പുറത്ത് ദോശ, പിന്നെ എന്താണ് പാസ്ത പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അതിൻ്റെ സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ. കുറേ കുട്ടികളൊക്കെ വന്ന് നമ്മൾ സംസാരിച്ചു. അങ്ങനെയൊക്കെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ അവിടെ ആൾക്കാരും. അങ്ങനെ അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ അപ്പുറത്തൊരു ഓഡിറ്റോറിയം ഉണ്ടെന്ന്. അതിലെ ഒരു ചെറുക്കൻ വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സീരിയൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ചെറുക്കൻ വരുന്നത് ഈ കുതിരപ്പുറത്തൊക്കെ ഇരുന്നാണ് കേട്ടോ. ലിറ്ററലി അത് ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെക്കൻ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഘോഷയാത്ര പോലെ വന്നിട്ട് ലാസ്റ്റ് ചെക്കൻ ഉണ്ടാവും കേട്ടോ. കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ടാവും. ഇങ്ങനെ നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് അവരെ അരയിൽ ഇങ്ങനെ ബാളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അവർ കല്യാണത്തിന് വരുന്നത് കേട്ടോ. കല്യാണം ചെക്കൻ ആദ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ പടക്കം പൊട്ടിക്കലും ഫുൾ ബഹളമാണ് കേട്ടോ. അപ്പോൾ റോട്ടിലൊക്കെയാണ് പടക്കം പൊട്ടിക്കുന്നത്. ആൾക്കാർക്ക് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ പടക്കം പൊട്ടിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് വഴിയിലൊക്കെ ഇരുന്ന് അങ്ങനെ പടക്കം പൊട്ടിക്കുകയാണ്. ലൈക്ക് കുറച്ച് ഡേഞ്ചറസ് ആണ് അങ്ങനെ പടക്കം പൊട്ടിക്കുന്നത്. പക്ഷെ അവരതൊന്നും ഒട്ടും കൺസേൺഡ് അല്ല, അവരങ്ങ് പൊട്ടിക്കുന്നു. അങ്ങനെ കല്യാണ ചെക്കൻ്റെ എൻട്രി ആട്ടോ ഇത് കാണുന്ന. അപ്പോൾ കുതിരപ്പുറത്താട്ടോ കല്യാണ ചെക്കൻ വരുന്നത്. അപ്പോൾ ഫുൾ ഫാമിലി ഭയങ്കര ഡാൻസും പാട്ടുമൊക്കെ ആണോ. റിലേറ്റീവ്സ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പടക്കം പൊട്ടിക്കുന്നുണ്ടാവും. അങ്ങനെ ഫുൾ നമ്മുടെ ചെക്കൻ വരുമ്പം ലൈക്ക് അവരെ വെൽക്കം ചെയ്യുമല്ലോ. അപ്പം വെൽക്കം ചെയ്യാനായിട്ട് ഒരുപാട് ടൈം കൊടുക്കും കേട്ടോ. ലൈക്ക് ഒരുപാട് എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ചെയ്ത് വെൽക്കം ചെയ്യാനായിട്ട് അവർ. അപ്പോൾ ഇങ്ങനെ ലൈക്ക് പൈസയൊക്കെ ചൂഴിഞ്ഞിട്ട് ആണ് ചെക്കനെ അവർ വെൽക്കം ചെയ്യുന്നത്. അപ്പം കുറേ മുതിർന്ന ലൈക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പൂജ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പം ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ഇവിടെ ലൈക്ക് നമ്മുടെ ചെണ്ടമേളം പോലെ അവിടെ ബാൻഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെ ഫുള്ള് ഒരു ഫെസ്റ്റീവ് ടൈപ്പ് ഓഫ് മൂഡാണ്. അങ്ങനെ ചെക്കനെ എന്നിട്ട് ചെക്കൻ്റെ കയ്യിലൊരു വാളുണ്ടാവും കേട്ടോ. അവിടെ ഒരു ഹാങ് ഇട്ടിരിക്കുന്ന സാധനമില്ല, അവിടെ ഇങ്ങനെ ഇത് ടച്ച് ചെയ്യണം. എന്നിട്ടാണ് ചെക്കൻ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അതിന് ശേഷം അകത്ത് വന്നിട്ട് എല്ലാവരും ഡാൻസ് കളിക്കും കേട്ടോ. ആ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇങ്ങനെ വന്ന് ഡാൻസൊക്കെ കളിക്കും. ലൈക്ക് അവരുടെ ലൈക്ക് ഓൾമോസ്റ്റ് ഒരുപാട് ചടങ്ങുകൾ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ അവർ നടത്തി കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ചടങ്ങുകൾ ഉണ്ടാവുന്നത്. അപ്പം ഇനി പെണ്ണിൻ്റെ എൻട്രി ആണ് കേട്ടോ. പെണ്ണ് എൻട്രി ചെയ്യുന്നു, ലൈക്ക് ഫോട്ടോസ് എടുക്കുന്നു. പിന്നെ ഒരു മാലയും കൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൈമാറും. അപ്പം അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ചടങ്ങുകൾ പോകുന്നത്. ഇന്ന് എനിക്ക് അറിയാൻ സാധിച്ചത് ഇവരുടെ മാരേജ് വെളുപ്പിന് 3 മണി വരെ ഉണ്ടാവും കേട്ടോ.
ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് അവരെ വേറൊരു സ്ഥലത്ത് പോയിട്ട് താലി കിട്ടുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ടിങ്ങനെ ലൈക്ക് നമ്മുടെ അഗ്നിക്ക് ഫലം വയ്ക്കുന്ന പ്രോസസ്സൊക്കെ ഇല്ലേ, അത് രാത്രിയാണ് നടക്കുന്നത്. നല്ല വൈകിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ചെക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നു, മാലയൊക്കെ ഇടുന്നു, ഫോട്ടോസ് എടുക്കുന്നു, നമ്മുടെ ലൈക്ക് യൂഷ്വൽ പരിപാടികളൊക്കെ അങ്ങനെയൊക്കെയാണ്. ഏകദേശം നമുക്ക് പോകാനുള്ള ടൈമായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇനി അവിടെ ഒരുപാട് അവിടെ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു പക്ഷെ നമ്മളിപ്പോൾ തന്നെ ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അത്രയുള്ളത് വീഡിയോ അടുത്ത കാണാം. ബൈ.